നമസ്കാരം. നമ്മളെ ആയോധന കലാക്ഷേത്രയിലെ ഒരു യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് ചേരുന്ന ഒരു വ്യക്തിയെ നമ്മൾ ടീച്ചറാക്കി സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നു എന്ന് ഞങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. യോഗയുടെ പ്രധാന 8 തലങ്ങൾ, അഷ്ടാംഗ യോഗങ്ങൾ, അതുപോലെ ആസനങ്ങൾ, സിമ്പിളായിട്ടുള്ള ആസനങ്ങൾ, അതുപോലെ അഡ്വാൻസ് ആസനങ്ങൾ, അതുപോലെ ഒരു യോഗ പരിശീലനത്തിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 5-10ഓളം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. അതുപോലെ യോഗ പരിശീലനത്തിലെ പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെ, പിന്നീട് പ്രാണായാമങ്ങൾ നമുക്കറിയാം. സാധാരണ സിമ്പിളായിട്ടുള്ള പ്രാണായാമങ്ങളുണ്ട്, അതുകൂടാതെ അഡ്വാൻസ് തലത്തിലുള്ള പ്രാണായാമങ്ങളുണ്ട്. അത് ചന്ദ്രവേദി പ്രാണായാമം, സൂര്യവേദി പ്രാണായാമം കഴിഞ്ഞ് നമ്മൾ നാഡീശുദ്ധി പ്രാണായാമങ്ങൾക്ക് ശേഷം മൃത്യുഞ്ജയ പ്രാണായാമം വരുന്നുണ്ട്. അതുപോലെ മഹാമൃത്യുഞ്ജയ പ്രാണായാമങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു നല്ല ഗുരുവിൽ നിന്ന് മാത്രം പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഷഡ്ക്രിയകൾ, അതുപോലെ ബന്ധങ്ങൾ, മുദ്രകൾ, അതുപോലെ ശരീരശാസ്ത്രത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം, മെഡിറ്റേഷൻ്റെ ഭാഗം വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. രോഗശമനത്തിന്, അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസുഖങ്ങളുള്ള ആളുകൾക്ക് ഏതൊക്കെ ആസനങ്ങളാണ് പ്രത്യേകമായിട്ട് പരിശീലിക്കേണ്ടത്, അങ്ങനെയുള്ള ആസനങ്ങൾ, പ്രാണായാമങ്ങൾ, അത്തരം കാര്യങ്ങളിലുള്ള പഠനങ്ങൾ. അതുപോലെ ആരാണ് ശരിയായിട്ടുള്ള ഗുരു, ആ ഗുരുവിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം, അതുപോലെ ഒരു വിദ്യാർത്ഥിയുടെ, നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്താണ്, ശരീരത്തിലെ ആധാരചക്രങ്ങൾ, നമ്മുടെ ഈ ശരീരവും ആധാരചക്രങ്ങളും തമ്മിലുള്ള ബന്ധം, ആധാരചക്രങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം. അതാണ് ഒരു ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി. ടീച്ചറായി അവർ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇന്ന് നിരവധി ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കോഴ്സ് പാസ്സായി ഇവിടെ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് സ്റ്റഡ് കൗൺസിലിൻ്റെ, അതുപോലെ CTDSൻ്റെ സർട്ടിഫിക്കറ്റുകളാണ്. അത് 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. അത് ഇവിടെ കേരളത്തിലും മറ്റ് സ്റ്റേറ്റുകളിലും, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ആ സർട്ടിഫിക്കറ്റ് ഇവിടെ എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ നമ്മുടെ ദേശത്ത് മാത്രമല്ല, വിദേശത്ത് ഏറെക്കുറെ രാജ്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ സാധിക്കും, അവിടെ ജോലി ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വാല്യൂഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ് കിട്ടുന്നത്. എന്നോടൊപ്പം തന്നെ അതിൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് കൂടി ഒന്ന് ഞാൻ പറയാം. തിയറി ക്ലാസ്സുകൾ ആഴ്ചയിൽ 1 ദിവസം ആയിരിക്കും ഉണ്ടാവുക. അതേസമയത്ത് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഡെയിലി ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിലും പഠിക്കാവുന്നതാണ്. കഴിവതും തിയറി ക്ലാസ്സുകളിൽ നേരിട്ട് വരുന്നതായിരിക്കും വളരെ ഉത്തമം. അന്ന് തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനിലെ പോരായ്മകൾ കൂടി നമുക്ക് നികത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ച് ക്രിയകളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അതൊരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതാണ് അതിൻ്റെ ഉചിതം. ആ ഒരു ദൈവിക അനുഗ്രഹത്തോടു കൂടി, ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഉന്നതിയിലെത്താം, വിളങ്ങാൻ സാധിക്കും.